Hey guys, welcome back to our channel Code and Play. ഫസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുമല്ലോ? യെസ് ഗൈസ്, നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ചില കോഡുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കണം, റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യുമ്പോഴത്തേന് ചുമ്മാ ട്രാവൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് പുതിയ ഐഡിയ കിട്ടി വർക്കൗട്ട് ആവുമോ എന്നുള്ള ജസ്റ്റ് സിൻടാക്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൊബൈലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പം മെയിൻ ഇപ്പൊ പറയുമ്പോഴത്തേന് ബേസിക്സ് വരുമ്പം C++ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് റൺ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം അതിന്റെ ഔട്ട്പുട്ട്സ് ഒക്കെ നമുക്ക് സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ, A+B അങ്ങനത്തെ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി C#shell.net IDE എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് നമ്മുടെ ചാനൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഗെയിം ഡെവലപ്മെന്റ് ട്യൂട്ടോറിയൽസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സോ യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് മോർ. ഹലോ കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആപ്പിളാണ്. നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് പേഴ്സണലായിട്ട് ID വേണമെന്ന് നോക്കാം. ആഡ് ഇല്ലാതെ നമുക്ക് വേണം വർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ വന്നേക്കുന്നത്. ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയുള്ള കാര്യം. ഇപ്പൊ മേളിലൊരു പ്ലേ ബട്ടൺ ഉണ്ട്, റൺ ചെയ്യുക. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പൊ അത് പ്രിന്റ് വരുന്നതാണ്. ഇറ്റ്സ് കമ്പൈലിംഗ് ഹലോ വേൾഡ്. ഹലോ വേൾഡ് നമുക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇതിൽ നമുക്ക് സാമ്പിൾ ഒരു കോഡ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഏതാ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു സ്റ്റാർ രീതിയിൽ ഷേപ്പിൽ സ്റ്റാർ പ്രിന്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ലൂപ്പ് വേണം. ഫസ്റ്റ് ഫോർ അത് മേളിൽ ഇവിടെ തന്നെ നമുക്ക് ബ്രാക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്റ് I equal to 0 semicolon I less than or equal to 5 semicolon I++. നമുക്ക് ഇവിടെ കൊടുക്കാം. ++. ഇനി ഇതിലകത്തൊരു നമുക്കൊരു ലൂപ്പ് വേണം. അപ്പം ബ്രാക്കറ്റ് ഇട്ടു. അതിൻ്റെ അകത്ത് ഫോർ ഇൻറ്റ് നമുക്ക് J കൊടുക്കാം. J ബ്രാക്കറ്റ് ഇട്ടു. ഇൻറ്റ് J equal to 0 semicolon J less than or equal to I semicolon J പ്ലസ് ഇവിടെ ഈക്വൽ ടു കിടപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടാണ് അപ്പുറം പോയിട്ട്. ഓക്കെ ഫൈൻ. ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൺസോൾ ഡോട്ട് റൈറ്റ് അകത്ത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മൾ സ്റ്റാർ കൊടുക്കും. ഇത് നമുക്ക് ഇത് J പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലെ അടുത്ത ലൂപ്പ് പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. സോ അതിന് നമുക്കിവിടെ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ കൊടുക്കണം. നമ്മൾ അതിനകത്ത് ഒന്നും കൊടുക്കണ്ട, ചുമ്മാ ഇത് സെമിക്കോളൻ അത്രേ ഉള്ളൂ. നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം.
പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം. യെസ് ഗൈസ്, സക്സസ്ഫുൾ. സോ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നമുക്കിപ്പം പഠിക്കാനായിട്ട് പെട്ടെന്ന് പഠിക്കാൻ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ ഒരു ഗെയിം ഉണ്ടാക്കാനോ വെബ്സൈറ്റ് ഉണ്ടാക്കാനോ നമുക്ക് ഇതുകൊണ്ട് സാധിക്കില്ല. ഇത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും റീകോൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ലോജിക്ക് നമുക്ക് കിട്ടി നമുക്കൊരു അതിന്റെ സിൻടാക്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കണം വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പോസിബിൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഐ തിങ്ക് യു ഗോട്ട് ദിസ് വീഡിയോ വാട്ട് എക്സാക്ട്ലി ഐ മീൻ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ പ്ലീസ് ഡ്രോപ്പ് എ കമന്റ് ബിലോ. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരുന്നതാണ്. സോ അതുപോലെ നമ്മുടെ ഈ ഗെയിം ഡെവലപ്മെന്റ് സീരീസ് നമ്മുടെ ചാനലിൽ കണ്ടിന്യൂ ചെയ്ത് പോരുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയറി വാച്ച് ചെയ്യുക. ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം, കൂട്ടത്തിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ട്യൂട്ടോറിയൽസിന്റെ കാര്യങ്ങൾ ഇട്ടേക്കാം. സോ സ്റ്റിക്ക് ഔട്ട് വിത്ത് മീ, ഗ്രോ ടുഗദർ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.